തദ്ദേശ തെരഞ്ഞെടുപ്പിന് ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ ജനമനസ്സ് തേടിയുള്ള ഏഷ്യാനെറ്റ് ന്യൂസിന്റെ ലൗഡ് സ്പീക്കർ യാത്ര തുടരുന്നു. കോഴിക്കോട് അമ്പായത്തോട്ടിലെ ഫ്രഷ് കട്ട് സമരസമിതിക്കൊപ്പമാണ് ഇന്ന് വടക്കൻ മേഖലയിൽ പര്യടനം നടത്തുന്നത് ഞങ്ങളുടെ ലൗഡ് സ്പീക്കർ സംഘമുള്ളത്. ശുദ്ധവായുവിനും ശുദ്ധജലത്തിനും വേണ്ടി സമരരംഗത്തിറങ്ങിയ വീട്ടമ്മമാർ ഉൾപ്പെടെ പ്രിയ ഇളവള്ളി മഠത്തിനൊപ്പം ചേരുന്നുണ്ട്. പ്രിയ തയ്യാറാണ്? പ്രിയ, ഗുഡ് മോർണിംഗ്. ജീവൽ പ്രശ്നമായിരുന്നു, ഒടുവിൽ അത് സംഘർഷത്തിനൊക്കെ വഴിവെച്ചു. നിയന്ത്രിതമായി തുറന്നിട്ട് മാത്രമേ ഉള്ളൂ. ഇപ്പോഴും അവിടെ സമരം തുടരുകയാണ്. ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഒരു പക്ഷേ ഏറ്റവും നീറുന്ന പ്രശ്നവും അവിടെ അതായിരിക്കണം, അല്ലേ? ഗുഡ് മോർണിംഗ് പി ജി. കോഴിക്കോട് ജില്ലയിൽ 2ാം ദിവസമാണ് ലൗഡ് സ്പീക്കറിന്റെ പര്യടനം. നമ്മൾ ഇന്ന് തുടങ്ങുന്നത് താമരശ്ശേരി മേഖലയിൽ നിന്നാണ്. ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം പി ജി സൂചിപ്പിച്ചതുപോലെ തന്നെ ഫ്രഷ് കട്ട് അറവ് മാലിന്യ സംസ്കരണ പ്ലാന്റിനെതിരെയുള്ള പ്രതിഷേധം തന്നെയാണ്. ഇത് ഒരു പഞ്ചായത്തിനെ ബാധിക്കുന്നതല്ല എന്നതാണ് എടുത്തു പറയേണ്ട കാര്യം. കട്ടിപ്പാറ പഞ്ചായത്തിലാണ് പ്ലാന്റ് സ്ഥിതി ചെയ്യുന്നത്. ഇരുതുള്ളി പുഴയ്ക്ക് ഇരുവശവുമായി 4 പഞ്ചായത്തുകളുണ്ട്. താമരശ്ശേരി, ഓമശ്ശേരി, അതോടൊപ്പം തന്നെ കോടഞ്ചേരി ഉൾപ്പെടെയുള്ള പഞ്ചായത്തുകൾ. ഈ 4 പഞ്ചായത്തുകളെയും ഒരുപോലെ ബാധിക്കുന്ന ഒരു പ്രശ്നം. മാസങ്ങളായി നാട്ടുകാർ പ്രതിഷേധത്തിലാണ്. ഈ ഒരു രാവിലെ പോലും വീട്ടമ്മമാർ ഉൾപ്പെടെയുള്ളവർ ഇങ്ങനെ സമരപ്പന്തലിൽ വന്നിരിക്കണമെങ്കിൽ അവർ എത്രമാത്രം ദുരിതം അനുഭവിക്കുന്നുണ്ടാവും. 2019 തുടങ്ങിയ കമ്പനിയാണ്. അന്നേ ഇത് വലിയ ബുദ്ധിമുട്ടാണ്. മാലിന്യം ഇരുതുള്ളി പുഴയിലേക്ക് ഒഴുക്കുന്നു, അവർക്ക് ശുദ്ധജലം കിട്ടുന്നില്ല, ശുദ്ധവായുവില്ല എന്ന പരാതിയുണ്ട്. പിന്നീട് വലിയ സംഘർഷം ഉണ്ടാകുന്നു. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പി ജി, ഈ സംഘർഷത്തിൽ 7 കേസുകളാണ് രജിസ്റ്റർ ചെയ്തത് നാട്ടുകാർക്കെതിരെ. ഏതാണ്ട് 327 പേർക്കെതിരെയാണ് കേസ്. ഇപ്പോഴും പലരും ഒളിവിലാണ്. അങ്ങനെ ഒളിവിലായ അച്ഛനും അമ്മയുടെയും മകളാണ് ഈ ഇരിക്കുന്നത്. വീട്ടിൽ മറ്റാരും ഇല്ലാത്തൊരവസ്ഥയുണ്ട്. ഈ നാട്ടുകാർക്ക് വേണ്ടി സ്വന്തം ജീവിതത്തിന് വേണ്ടി സമരം ചെയ്ത് അച്ഛനും അമ്മയും ഇപ്പോഴും ഒളിവിൽ തന്നെയാണ്. ഇപ്പോഴും വീട്ടിലേക്ക് വന്നിട്ടില്ല. കാരണം ഇങ്ങനെ ഒരു കാര്യത്തിന് വേണ്ടി ഒരു ജനതക്ക് ഒന്നിച്ച് കൈകോർത്തുകൊണ്ടുള്ള ഒരു ജനതക്ക് വേണ്ടിയിട്ട് സമരത്തിന് ഇറങ്ങിയതിന്റെ പേരിലാണ് ഞങ്ങൾ പലരും, ഉപ്പയടക്കം പലരും ഇന്ന് ഒളിവ് കഴിയുന്നത്. അതിന് ഞങ്ങൾക്ക് അഭിമാനം മാത്രമേ ഉള്ളൂ. കാരണം ഒരു തെറ്റും ഞങ്ങൾ ഒരാളെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടില്ല. ഇന്നലെ രാത്രി 10:30 മുതൽ അതിശക്തമായിട്ടുള്ള ദുർഗന്ധം ഞങ്ങൾ അനുഭവിച്ച് കളക്ടർ പറഞ്ഞതിന് യാതൊരു വിലയും വെക്കാതെയാണ് ഫ്രഷ് കട്ട് വീണ്ടും ഇത് തുടങ്ങിയതിന് ഒരു തെളിവാണിത്. ഇത് ഞങ്ങൾ വീണ്ടും വിശ്വസിച്ചുകൊണ്ട് ഫ്രഷ് കട്ടിനെ ഞങ്ങൾ അനുകൂലിക്കില്ല. ഞങ്ങൾക്ക് അങ്ങനെ ഒരു കമ്പനി ഇവിടെ വേണ്ട. ഇരുതുള്ളി പോയാൽ നശിപ്പിക്കുന്നുണ്ട്, ഞങ്ങളെ വായു മലിനമാക്കുന്ന. സ്വാതന്ത്ര്യം കിട്ടിയ ഈ ഇന്ത്യയിൽ ഇന്ന് സ്വാതന്ത്ര്യത്തിന് പോരാടുന്ന ഒരു ജനത ആണ് ഞങ്ങൾ. 4000-ഓളം കുടുംബങ്ങൾ. ഇപ്പോഴും ഞങ്ങൾക്ക് സ്വാതന്ത്ര്യം ലഭിച്ചിട്ടില്ല. അത്രയും ശക്തമായിട്ടൊരു ഇതാണ് ഫ്രഷ് കട്ടിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത്. ഞങ്ങൾക്ക് അങ്ങനെ ഒരു കമ്പനി വേണ്ട. അത് ഞങ്ങൾക്ക് യാതൊരു വിധത്തിലുള്ള ഒരു ഉപകാരവും ഇല്ല. ഞങ്ങൾക്ക് ഉപദ്രവം മാത്രമേ ഉള്ളൂ. ചെറിയ കുഞ്ഞുങ്ങൾ പോലും സ്മെല്ല് സഹിക്കാൻ പറ്റാതെ ഉറങ്ങുന്നില്ല. അത്രയും വേറെ ആരോഗ്യ പ്രശ്നങ്ങളും ഉണ്ടാവില്ലേ? ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്. പല വീടുകളിലും ഇന്ന് നെബുലൈസർ ഉപയോഗിക്കാതെ കുട്ടികൾക്ക് പറ്റൂല. കാരണം അത്രയുമാണ്. നമുക്ക് ഒരു സ്മെല്ലൊരു ക്യാപ്ചർ ചെയ്യാൻ പറ്റിയിരുന്നെങ്കിൽ 100% ഞങ്ങൾ ഇന്നലെ രാത്രി പലരെ ഫോണിൽ ആ ഒരു ക്യാപ്ചർ ഉണ്ടാവുമായിരുന്നു. ഒരു 10:30 മുതൽ അത്രയും സ്മെല്ലായിരുന്നു. പി ജി, കോഴിക്കോട് ജില്ലയിൽ ഏതാണ്ട് ഒരു കണക്ക് പ്രകാരം 3000 കോഴിക്കടകളുണ്ട്. ഈ ഒരു ജില്ലയിൽ മറ്റൊരു മാലിന്യ സംസ്കരണ പ്ലാന്റുമില്ല. എല്ലാം ഈ ഒരൊറ്റ പ്ലാന്റിനെ ആശ്രയിച്ചിട്ടാണ്. ഇവിടുത്തെ ഒരു ശേഷി എന്ന് പറയുന്നത് 30 ടണ്ണാണ്. പക്ഷെ അതിലേറെ മാലിന്യമാണ്, കോഴി മാലിന്യമാണ് ഇങ്ങോട്ടേക്ക് വരുന്നത്. ഇതെങ്ങനെ സംസ്കരിക്കാൻ പറ്റും? സ്വാഭാവികമായും വലിയ തരത്തിലുള്ള ബുദ്ധിമുട്ട് ഇവിടെ ഉണ്ടാകുമെന്ന കാര്യം ഉറപ്പാണ്. നിങ്ങൾ ഇതിനിപ്പോ എന്താ ചെയ്യാൻ പോണത്? ഇപ്പൊ ജില്ലാ ഭരണകൂടത്തിന്റെ അനുമതി കിട്ടിയിരിക്കുന്നു, ഹൈക്കോടതി അനുമതി കൊടുത്തിരിക്കുന്നു, പ്ലാന്റ് സാധാരണ പോലെ പ്രവർത്തിക്കാൻ തുടങ്ങുകയാണ്. ഞങ്ങൾ ഈ സമരവുമായിട്ട് മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനിച്ചത്. ഞങ്ങൾ ഇത്രയും രാവിലെ കുട്ടികളും അമ്മമാരും ഒക്കെ ഇവിടെ എത്തണമെങ്കിൽ അത്രയും ബുദ്ധിമുട്ടുണ്ടായിട്ട് തന്നെയാണ് ഇവിടെ എത്തുന്നത്. തീർച്ചയായിട്ടും ഞങ്ങൾ സ്ത്രീകളാണ്. ജോലിക്ക് പോലും പോകാൻ പറ്റില്ല. ഇന്നലെ രാത്രി നല്ല സ്മെല്ല. ഒരു 11 മണിയായപ്പോൾ അവര് നമ്മളെ ഇത്രയും നിയമം ലംഘിച്ച് ഇങ്ങനെ പ്രവർത്തിക്കാൻ അനുമതി കൊടുത്തത് ആരാണ് എന്നുള്ളത് ഞങ്ങൾക്ക് തീർച്ചയായിട്ടും അറിയണം. നമ്മൾ ഇന്ത്യ രാജ്യത്തല്ലേ, ഒരു ജനാധിപത്യ രാജ്യമാണ് എന്ന് പറഞ്ഞിട്ട് അവിടെ അല്ലേ നമ്മൾ താമസിക്കുന്നത് പോലും ഇപ്പൊ കുട്ടികൾ ചോദിക്കുന്നു. ഞങ്ങൾക്കൊക്കെ പ്രായമായി. ഇനി മക്കളാണ് മുന്നോട്ട് ജീവിക്കേണ്ടത്. ഒരു അടുത്ത തലമുറയിലേക്ക് കൂടി ഈ സമരം നീണ്ടുപോകേണ്ട ഒരു അവസ്ഥയാണ് അല്ലെ? വീട്ടിലൊക്കെ എങ്ങനെയാ ചേച്ചി? നല്ല വെള്ളമൊക്കെ കിട്ടുന്നുണ്ടോ? നല്ല വെള്ളം കിണറ്റിലുണ്ടെങ്കിൽ കിട്ടുക. കിണർ പുഴേന്റെ പക്കത്താണ് കിണർ. അപ്പോൾ ആ വെള്ളം തന്നെയല്ലേ ഞങ്ങൾ കുടിക്കുന്നത്. പുഴയിൽ അലക്കാൻ പോകാനും എല്ലാത്തിനും ബുദ്ധിമുട്ടാ. ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല. ഇന്നലെ രാത്രിയൊക്കെ 1 മണിക്കൊക്കെ ഭയങ്കര സ്മെല്ലാണ്. 1 മണിക്ക് 4 മണിക്കൊക്കെ മണാണ്. ഇവരോട് ഇങ്ങനെ പറഞ്ഞിട്ട് ഇവരിത് ആക്കായിട്ടല്ലത് ഇപ്പൊ അങ്ങനെ ചെയ്യുന്നത്. ഇന്നലെ രാത്രി 11 മണി തൊട്ടിട്ട് നല്ല സ്മെല്ലാണ്. എനിക്ക് വീട് തുടർക്കഥയാവുകയാണ്. അതെ 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 ചെയ്ത സമരവും പ്രതിഷേധമൊക്കെ വെറുതെ ആവുന്നു. വെറുതെ ആവുന്നുണ്ട്. ഇത് സമരം ഞങ്ങള്
ഇത് പ്രസ് കട്ട് പൂട്ടുന്ന വരെ ഞങ്ങൾ സമരം. ചേച്ചിക്കാണോ പരിക്കേറ്റത് അന്നത്തെ? എന്താ പറ്റിയത്? കണ്ണ് ബയോഗ്യാസ് ആസിഡ് കയറിയതാ 2 കണ്ണിലും. ഇപ്പോഴും ശരിയായിട്ടില്ല? ഇല്ല, ഇന്നലെയും കൊണ്ടുപോയി കാണിച്ചതാ. ഈ ഭാഗം ഒന്നായിട്ട് ചൊറിച്ചില്ല കാലിനും, ആ പൊടി ഇതായത്. ഞാൻ ഓർമ്മല്ലാതെ വീണും പോയി. ശ്വാസം മുട്ടലും ഉണ്ട്, ഇപ്പോൾ ശ്വാസമുട്ടലുണ്ട് നല്ല. അതായത് ഇപ്പോൾ സമരം കൂടുതൽ കൂടി ശക്തമാക്കുകയാണ്. 4ാം ദിവസമാണ് ഇപ്പോൾ നിരാഹാര സമരം. കട്ടിപ്പാറ മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് ബിജു കണ്ണന്തറയുടെ നേതൃത്വത്തിലാണ് ഈ നിരാഹാരം കിടക്കുന്നത്. നജീവ് കാന്തപുരം ഉൾപ്പെടെയുള്ള ആളുകളൊക്കെ വലിയ തരത്തിൽ പിന്തുണയുമായി എത്തുന്നുണ്ട്. പക്ഷെ ജനപ്രതിനിധികളുടെ പിന്തുണ ഒന്നും ആകുന്നില്ല എന്നതല്ലേ ഇപ്പോഴത്തെ ഈ ഒരു പ്രശ്നങ്ങളൊക്കെ സൂചിപ്പിക്കുന്നത്? അല്ല, നമ്മളിത് ശരിക്കും കേരളത്തിൽ കേട്ടുകേൾവിയില്ലാത്ത ഒരു മനുഷ്യത്വരഹിതമായ നിലപാടാണ്. അപ്പോൾ ആ നിലപാടിൻ്റെ ഒപ്പം നിൽക്കുക, ആ നിലപാടിൻ്റെ നമ്മുടെ ഈ സമരമുന്നണിയുടെ കൂടെ നിൽക്കുക എന്നുള്ളത് ഏതൊരു ജനപ്രതിനിധികളും എടുക്കേണ്ട ഒരു നിലപാടാണ്. ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ സർക്കാർ പോലും ഇതിൽ ഒന്നുകൂടി ഇടപെട്ടേ പറ്റുള്ളൂ എന്നുള്ളതാണ് നമ്മളുടെ നിലപാട്. കാരണം വളരെ ഗൗരവമായിട്ട് 4 ദിവസമായിട്ട് ഒരാൾ നിരാഹാരം അനുഷ്ഠിക്കുന്നു. ഈ നിരാഹാരം കൊണ്ട് എന്തെങ്കിലും ഗുണമുണ്ടാവുന്ന പ്രതീക്ഷയുണ്ടോ? തീർച്ചയായിട്ടും മറ്റൊരു രീതിയിലും ഇതിന് മുന്നോട്ട് പോകാൻ സാധിക്കില്ല എന്ന് കണ്ടപ്പോഴാണ് നമ്മൾ അനിശ്ചിതകാല നിരാഹാര സമരവുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകുന്നത്. 4 പഞ്ചായത്തുകളിലെ പ്രധാനപ്പെട്ട തെരഞ്ഞെടുപ്പ് വിഷയം ഇത് തന്നെയായിരിക്കും എന്ന കാര്യം ഉറപ്പാണ് അല്ലെ? ഇത് മനസ്സിൽ വെച്ചുകൊണ്ട് തന്നെയായിരിക്കും നാട്ടുകാർ വോട്ട് ചെയ്യാന്നുള്ള കാര്യത്തിൽ സംശയമുണ്ടോ? ഈ നാട്ടുകാർ ഇവിടെ വോട്ട് ചെയ്യുന്നത് മുഴുവൻ ഫ്രഷ് കട്ടിന് വിരുദ്ധമായിട്ടായിരിക്കും. അവരെ അനുകൂലിക്കുന്ന ആൾക്കാർക്ക് ഒരിക്കലും ഈ നാട്ടുകാർ വോട്ട് ചെയ്യില്ല. എന്തായാലും ഈ ഒരു സമരം ഇതുകൊണ്ട് തീരില്ല. ആളുകൾ കുറെ കൂടി ശക്തമായി സമര രംഗത്തേക്ക് ഇറങ്ങുകയാണ്. സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവർ ഇങ്ങനെ രാവിലെ മുതൽ തന്നെ സമര പന്തലിലേക്ക് എത്തുന്നു. ഒരു അനുകൂല തീരുമാനം അത് ഉണ്ടാകണം, അത് ഉണ്ടാകും വരെ തന്നെ ഈ സമരം തുടരാനാണ് PG ഇവരുടെ തീരുമാനം. എന്തായാലും നമ്മൾ ലൗഡ് സ്പീക്കർ അടുത്ത മേഖലയിലേക്ക്, കൊടുവള്ളി പ്രദേശത്തേക്കാണ് ഇനി യാത്ര തുടരുന്നത്. ശരി, പ്രിയയോട് അവർ സംസാരിച്ചതുപോലെ ശുദ്ധവായുവിനും ശുദ്ധജലത്തിനും വേണ്ടി സ്വാതന്ത്ര്യം കിട്ടിയ ഒരു രാജ്യത്ത് വീണ്ടും സമരം ചെയ്യേണ്ടി വരികയാണോ എന്ന് അവരുടെ കുട്ടികൾ അവരോട് ചോദിക്കുന്നു എന്നാണ് പറയുന്നത്. അറൂർ മാലിന്യ സംസ്കരണ പ്ലാന്റിന്റെ പ്രവർത്തനം സംബന്ധിച്ച് കാലാകാലങ്ങളായുള്ള പരാതിക്ക് സമയബന്ധിതമായ ഒരു പരിഹാരം ഉണ്ടാകട്ടെ. അവിടെ ജീവിക്കുന്ന മനുഷ്യർക്ക് ശുദ്ധവായുവും ശുദ്ധജലവും ആരോഗ്യത്തോടുള്ള ഒരു ജീവിതവും അവരുടെ മൗലിക അവകാശമാണെന്നാണ് അടിസ്ഥാനപരമായ വസ്തുത.